പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഓരോ കാലഘട്ടത്തിലെയും പ്രണയത്തിന് വ്യത്യസ്ത നിറങ്ങളാണ്, ഭംഗിയാണ്. ഇന്നത്തെ പോലത്തെ വളരെ വളരെ ഫാസ്റ്റായ ഒരു പ്രണയം ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കാവിൽ വിളക്ക് വയ്ക്കാൻ പോകുമ്പോഴും ഇടവഴികളിലും വേലിക്കലും നിന്ന് പ്രണയം പറഞ്ഞിരുന്ന ഒരു കാലം. ആ പ്രണയത്തിന് ചിങ്ങവും തിരുവാതിരയും വിഷുവും ഒക്കെ ഓരോ അലങ്കാരങ്ങളുമായി ഓരോ ഇടവഴികളിലും കാത്തു നിൽക്കുമായിരുന്നു. വിലാസിനിയുടെ നോവലുകൾ അതേതുമാകട്ടെ, ഊഞ്ഞാലോ തുടക്കമോ അവകാശികളോ ഏതായാലും എന്തു ഭംഗിയായിട്ടാണെന്നോ ആ കാലഘട്ടത്തിലെ പ്രണയത്തെ വിവരിച്ചിട്ടുള്ളത്. വായിച്ചാൽ നമുക്ക് കൊതി തോന്നും. ആ കാലത്ത് ജനിക്കാതെ പോയതിൽ സങ്കടം തോന്നും. അവകാശികളിൽ വേലുണ്ണിക്കുറുപ്പ് വിശാലാക്ഷിയമ്മയെ പ്രണയിച്ചതും ഓർക്കുന്നു. മനോഹരമാണത്. നമ്മൾ 3-ാം ഖണ്ഡത്തിലേക്ക് കടന്നു. എൻ്റെ മാത്രം കുറ്റം കൊണ്ടാണ് വൈകിയത്. എന്നോട് ക്ഷമിക്കാൻ ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു. അതിൻ്റെ 1-ാം അധ്യായം വായിക്കാം. താഴ്വര മൂടൽമഞ്ഞ് പുതച്ച് കിടക്കുന്നു. പകൽ വെളിച്ചം പരന്നു കഴിഞ്ഞുവെങ്കിലും സൂര്യൻ ഉദിക്കുന്നതേയുള്ളൂ. വിശറിപ്പനകൾക്കപ്പുറം ഒന്നും കണ്ടുകൂടാ. ഇളം വെയിലിന് ചൂട് പിടിച്ചാലേ മഞ്ഞുരുകൂ. പ്രഭാതത്തിൻ്റെ ശ്രീകോവിലിൽ കത്തിച്ചു വെച്ച സാമ്പ്രാണിപ്പുക പോലെ അത് പതുക്കെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ ഉടലിൽ കുളിര് പൊട്ടിയ കുന്നിൻ ചെരുവിലെ കുറ്റിക്കാടുകൾ ഒന്നുകൂടി ചുരുണ്ടുകിടക്കും. നെറ്റിയിൽ മഞ്ഞപ്രസാദം പൂശി ഒച്ചയുയർത്താതെ നാമം ജപിക്കുന്ന കടൽത്തിരകൾ വിളിച്ചുണർത്തുന്നത് വരെ. വേലുണ്ണിക്കുറുപ്പ് ചൂടുള്ള ചായ ഒരു കവിളിറക്കി ഒന്നിളകിയിരുന്നു. എത്ര കണ്ടിരുന്നാലും മതിവരാത്ത കാഴ്ചയാണിത്. 1/2 മുമ്പ് മനസ്സിൽ ചിറകടിച്ച് മരിച്ച ചോദനകൾ നിമിഷ നേരത്തേക്ക് ഉയർത്തെഴുന്നേൽക്കും. ഭാരതപ്പുഴയുടെ വടക്കേ തീരത്ത് പാടത്തും പറമ്പിലും മേട്ടിലും ശ്ലോകങ്ങളും പദ്യങ്ങളും മൂളിക്കൊണ്ട് അലഞ്ഞു നടന്ന കാലം ഓർക്കുമ്പോൾ തന്നെ മനസ്സിനെന്തൊരു കുളിര്. പെനാങ്കിലേക്ക് കപ്പൽ കയറിയപ്പോൾ ആ വേലുണ്ണി മരിച്ചു. ഈ വേലുണ്ണി അകലെയെങ്ങോ പതുങ്ങി നിൽക്കുന്ന മരണത്തെ പേടിയോടെ ഉത്കണ്ഠയോടെ കാത്തു നിൽക്കുന്നു. അത്രയൊക്കെ അകലെയാണോ? വേലുണ്ണിക്കുറുപ്പ് കോപ്പ ടീപ്പോയിൽ വെച്ചു. ചൂട് കൂടുതലുണ്ടോ കൊച്ചച്ച? ഇല്ലെന്ന് തലയാട്ടി വീണ്ടും കയ്യിലെടുത്ത് ഒരു കവിൾ കൂടി കുടിച്ചു. മൂടൽമഞ്ഞിന് നല്ല വെളുപ്പ് നിറം. ഇവിടെ ഈ ബാൽക്കണിയിൽ ഇരുന്നാലേ ഭംഗി മുഴുവൻ ആസ്വദിക്കാൻ കഴിയൂ. അതിനുവേണ്ടി ദിവസത്തിൽ 1 തവണ കോണി കയറാൻ ഡോക്ടറുടെ പക്കൽ നിന്ന് അനുവാദം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. രോമത്തൊപ്പിയും ടർട്ടിൽ നെക്ക് സ്വെറ്ററും ഇടിവിച്ച് നനുത്ത കമ്പിളി കൊണ്ട് മൂടിപ്പൊതപ്പിച്ച് താങ്ങിപ്പിടിച്ച് കോണി കയറ്റിത്തരും ഭദ്ര. പിന്നാലെ ചായയുമായി രുക്മിണിയും എത്തും. ബാൽക്കണിയിൽ പ്രത്യേകം മേടിച്ചിട്ട ഉയർന്ന സോഫയിലിരിക്കും. ചൂടുള്ള ചായ ഊതി കുടിച്ചുകൊണ്ട് ഓരോന്നങ്ങനെ മനോരാജ്യം കാണും. ആകപ്പാടെ മനസ്സിന് സമാധാനമുള്ള അല്പനേരം ഇത് മാത്രമാണ്. ഒഴിഞ്ഞ കോപ്പ താഴെ വെച്ച് ചിറുതുടച്ച് ആലസ്യത്തോടെ പിന്നാക്കം ചാരിയിരുന്നു. കുറച്ചുകൂടി വേണോ? വേണ്ട. ചായയുടെ ചൂട് തൊണ്ടകയിലൂടെ ഇറങ്ങുമ്പോഴുള്ള സുഖം ആലോചിച്ചപ്പോൾ കുറുപ്പ് പെട്ടെന്ന് തന്നെ മനസ്സ് മാറ്റി. അല്ലെങ്കിൽ ഇത്തിരിയും കൂടി തന്നേക്ക്. ഭദ്ര ടീക്കോസി എടുത്ത് നീക്കി പോട്ടിൽ നിന്നും ചായ പകർന്നു. ഇന്ന് മഞ്ഞു കൂടുതലുണ്ട്, കൊച്ചച്ചൻ അധിക നേരം ഇവിടെ ഇരിക്കണ്ട. മറുപടി പറയാതെ ചായ മൂന്തി. കൈ കുറേശ്ശെ വിറയ്ക്കുന്നു. വിറയൽ തണുപ്പിൻ്റെ അല്ല, ക്ഷീണത്തിൻ്റെയാണ്. ഒരു കപ്പ് പിടിക്കാൻ പോലും ശേഷിയില്ലാതായിരിക്കുന്നു. ശ്രീചേട്ടൻ വന്നിട്ടുണ്ട്. സോഫയിലെ തലയണകൾ സൗകര്യത്തിൽ ഒതുക്കി വെച്ചുകൊണ്ട് ഭദ്ര പറഞ്ഞു. രാത്രി വളരെ വൈകിട്ടാണ് വന്നത്. കൊച്ചച്ചൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. എന്തെങ്കിലും പ്രത്യേകിച്ച്? ഒന്നുമില്ല. രാവിലെ തന്നെ ജൂബിലി എസ്റ്റേറ്റിൽ എത്തണത്രേ. എണീറ്റോ? ഉവ്, കുളിക്കാണ്. കുറുപ്പ് ബാക്കിയുള്ള ചായ മോന്തി കപ്പ് താഴെ വെക്കാൻ ഭാവിച്ചു. ഭദ്ര അത് ഏറ്റുവാങ്ങി ട്രേയിൽ നിക്ഷേപിച്ചു. നീ താഴത്തേക്ക് പൊയ്ക്കോ. അവന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്ക്. ഞാൻ ഇത്തിരി നേരം കൂടി ഇവിടെ ഇരിക്കാൻ പോവാണ്. അത് വേണ്ട, വല്ലാത്ത മഞ്ഞുണ്ട്. താഴത്ത് പോയിരിക്കാം. നീ പൊയ്ക്കോ. രാജിമോൾ എണീറ്റില്ല അല്ലേ? അവൾ എപ്പോഴേ എണീറ്റു.
ഇന്ന് പിക്നിക്കിന് പോവാണ്, പുലാവ് നൂറിയിലേക്ക്. ആ, ഞാനത് മറന്നു. അവൾ ഇന്നലെ പറഞ്ഞു. ശരി, നീ പൊയ്ക്കോ. അധിക നേരം ഇരിക്കണ്ട, ഞാൻ ഇപ്പം തന്നെ വരും. ഭദ്ര ട്രേ പൊക്കിയെടുത്ത് ടീപ്പോയ്ക്ക് മുൻപിലേക്ക് നീക്കി വെച്ചു. അതിന്മേൽ കാല് കയറ്റി വെച്ച് കുറുപ്പ് സോഫയിൽ ചാഞ്ഞു കിടന്നു. കമ്പിളി കുറെ കൂടി മുറുകെ പുതച്ചു. അകത്തും പുറത്തും സുഖകരമായ ഊഷ്മളത തോന്നി. വിയർക്കുന്നത് വരെ ഇങ്ങനെ ചടഞ്ഞു കിടക്കാൻ നല്ല രസമാണ്. പ്രപഞ്ചവുമായി സമാധാനം സ്ഥാപിച്ചതുപോലെ ഒരല്ലലും ഉള്ളിലേശുകയുമില്ല. രാജിമോള് പിക്നിക്കിന് പോണു. ആശ്വാസം. അവളുടെ മ്ലാനത കുറേശ്ശെ മാറിത്തുടങ്ങി. മഞ്ഞിലൂടെ വിദൂരതയിലേക്ക് നോക്കി. അവിടെയാണ് പുലാവ് നൂറി. 1000-ൽ താഴെ ഏക്കറുണ്ട്. മണൽപ്പുറം, തെങ്ങിൻ തോപ്പുകൾ. തുങ്കു അബ്ദുള്ള കള്ള് വിലയ്ക്ക് പണയം വെച്ചതാണ്. വലിയ ആദായമൊന്നുമില്ല, പക്ഷെ നല്ല സ്ഥലം. ഭാസിക്ക് കാലിൽ നിന്ന് കലി ഇരച്ച് കയറുന്നു. ഒപ്പം തളർച്ചയും തോന്നുന്നു. എന്നാലും രാവണി ഇങ്ങനെ പെരുമാറിയില്ലേ എന്നോട്? മുഖത്തു നോക്കി ഒരു സങ്കോചവുമില്ലാതെ പറഞ്ഞു, ഏട്ടനും ഞാനും മക്കളും അന്യരാണ്. ആരുമല്ലാത്തവരാണ് സ്വന്തക്കാർ. അല്ലാതെ പിന്നെ എന്താ ഇതിനർത്ഥം? അവനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. മുഖം വ്യക്തമായി കണ്ടുകൂടാ. വലിയ കണ്ണട മാത്രമേ തെളിഞ്ഞു കാണുന്നുള്ളൂ. കണ്ണു നിറഞ്ഞു തുടങ്ങിയപ്പോൾ അതും വ്യക്തമല്ല. രാവുണ്ണി, നീ തന്നെയാണോ ഇത് പറയുന്നത്? ചോദിക്കാൻ നാക്കത്ത് വരുന്നു. തൊണ്ട വഴങ്ങുന്നില്ല. കസേരയുടെ കയ്യിൽ പിടിച്ച വിരലുകൾ വിറയ്ക്കുന്നുണ്ട്. ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ അവനെ അന്യനെപ്പോലെ ആണത്രേ കണക്കാക്കുന്നത് എന്നവൻ പറയുന്നു. രാവുണ്ണി പറയുന്നു. എൻ്റെ മുഖത്ത് നോക്കി പറയുന്നു. രാവുണ്ണി, ദൈവം പൊറുക്കില്ല. എഴുന്നേറ്റ് ചെന്ന് അവൻ്റെ തോളത്ത് പിടിച്ച് കുലുക്കി ആണോടാ എന്ന് അലറാനാണ് തോന്നുന്നത്. വൈകുള്ള കാലമല്ല. നിസ്സഹായനായി നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. കാലൊടിഞ്ഞ ശീലക്കുട പോലെ കസേരയിലേക്ക് അമർന്നടങ്ങുന്നു. അവൻ എന്തൊക്കെയോ പിന്നെയും പറയുന്നുണ്ട്. കേൾക്കുന്നില്ല. ചുട്ട കലത്തിൽ വീണ ഒറ്റ വിത്ത് പോലെ ഒരേ ഒരു വാക്കു മനസ്സിൽ തെന്നിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. അന്യൻ, അന്യൻ, അന്യൻ. കഷ്ടം. അവനെനിക്ക് അന്യനാണത്രേ. അന്യൻ. ഈ അന്യനെ പഠിപ്പിച്ച് വലുതാക്കാൻ വേണ്ടിയാണ് താൻ പാപ്പി ഓപ്പോളുടെ പണ്ടം കട്ടുവിറ്റ് പെനാങ്ങിലേക്ക് കപ്പൽ കയറിയത്. ഈ അന്യന് കാലാകാലത്ത് പണമയക്കാൻ വേണ്ടിയാണ് മാണിക്യം ചെട്ടിയാർക്ക് ആത്മാവും ഉടലും പണയം വെച്ചത്. ഈ അന്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ജപ്പാന്റെ കാലത്ത് കേണൽ ഷിമാമുരാസന്റെ കാല് പിടിച്ചത്, ആട്ടും തുപ്പും സഹിച്ചത്. രാവുണ്ണി, രാവുണ്ണി, എന്നിട്ട് നീ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞല്ലോടാ. ദീർഘമായി വീർപ്പിട്ട് പുതപ്പൊന്നുകൂടി വലിച്ചു ചുറ്റി. ഒരു വശത്തേക്ക് ചെരിഞ്ഞ കമ്പിളിത്തൊപ്പി ശരിപ്പെടുത്തി. പുലാവ് നൂറിയിലെ കുന്നിൻ്റെ ശിഖരം കുറേശ്ശെ കാണാം, നീല പൊട്ടുപോലെ. ഇത്തിരി മണ്ണിന് വേണ്ടി ഇത്രത്തോളം പറഞ്ഞുവല്ലോ അവൻ. അതും അവൻ്റെ ആ ഒരു പോക്കം ചെക്കന് വേണ്ടി. ഏട്ടനാണെന്നുള്ള കഥ പാടെ മറന്നുപോയിരിക്കുന്നു. ഒരിക്കലും ഒരക്ഷരം മറുത്തു പറയാത്തവനാണ് അവൻ. ഇങ്ങനെ ചിലപ്പോൾ തോന്നുന്നുണ്ട് അവൻ അത്രയൊന്നും ആലോചിച്ച് പറഞ്ഞതാവില്ല. തൽക്കാലത്തെ വിഷമം കൊണ്ട് പറഞ്ഞു പോയിരിക്കും, അത്രമാത്രം. അതെ, പക്ഷെ അതല്ലേ കൂടുതൽ ദയനീയം. ആലോചിക്കാതെ പറയുമ്പോൾ ശരിക്കും ഉള്ളിലുള്ളതാണ് പുറത്തു വരിക. എന്ന് വച്ചാൽ അവൻ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നു ഞാനവനെ അന്യനെപ്പോലെയാണ് കണക്കാക്കുന്നതെന്ന്. വിഡ്ഢി. അല്ലെങ്കിലും മൂത്തവരുടെ സ്നേഹം താഴെയുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാവില്ലല്ലോ. അത് ശരി തന്നെ. എന്നാലും ഇത്രയും ഉള്ളിലൊരിപ്പുണ്ടെന്ന് കരുതിയില്ല. കരുതേണ്ടതായിരുന്നു. ആ മൂദേവിയല്ലേ പിന്നിൽ. ചാരിയാൽ ചാരിയത് നാറും. ഒരു കുട്ടയിലുള്ളത് മുഴുവൻ ചീഞ്ഞു പോവാൻ ഒരൊറ്റ ചീമുട്ട മതി. അതെ, അവൻ സ്വമേധയാ പറഞ്ഞതാവില്ല, അവൾ പറയിച്ചതാണ്. സരസ്വതിയുടെ നാക്കു ചില്ലറയല്ല. സ്വൈര്യം കെടുത്തിയിട്ടുണ്ടാവും അവനെ. പോരാത്തതിന് ഇപ്പോൾ ശകുനി ശങ്കുണ്ണിയും ഉണ്ടല്ലോ താങ്ങായിട്ട്. ആകെക്കൂടി അവൻ വിഷമിച്ചിരിക്കും. എന്നാലും അവൻ്റെ നാക്കത്ത് അങ്ങനത്തെ വാക്കുകൾ ഉദിച്ചത് അത്ഭുതം തന്നെ. വിനാശകാലെ വിപരീത ബുദ്ധി, അല്ലാതെ എന്ത് പറയാൻ.
തീരെ പ്രതീക്ഷിക്കാത്തൊരു വെട്ടാണവൻ വെട്ടിയത്. പിന്നിൽ നിന്നൊരു കുത്ത്. അതോടെ അവനുമായുള്ള സമസ്ത ബന്ധങ്ങളും അറ്റുപോയതുപോലെയായി. പൊക്കിൾക്കൊടി മുറിഞ്ഞു. ഇപ്പോൾ അവൻ എനിക്ക് ആരുമല്ല. അവനു വേണ്ടി ഒറ്റ നെടുവീർപ്പെങ്കിലും ഞാനിനി ചെലവാക്കുകയുമില്ല. അവൻ ഇങ്ങോട്ട് തരുമ്പോൾ സ്നേഹമില്ലെങ്കിൽ പിന്നെ ഞാനെന്തിന് വേവലാതി കൊള്ളണം? അവനിങ്ങോട്ട് ഒട്ടും സ്നേഹമില്ലെന്നത് തീർച്ചയാണ്. ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എല്ലാം കാട്ടിക്കൂട്ടൽ മാത്രമായിരുന്നു. ഇപ്പോഴും 2 നേരവും വരും ആരോഗ്യം അന്വേഷിക്കാൻ. അല്ലെങ്കിൽ സമാധാനമില്ലത്രേ. ഒക്കെ വെറും പറച്ചിൽ, ആട്യം. അങ്ങനെ വിചാരിക്കുന്നതും ശരിയല്ല, ബാലിശ്യമാണ്. സ്നേഹമില്ലെങ്കിൽ അവൻ അന്നിടഞ്ഞു പോയിട്ടും പിന്നെയും വരുമോ? 2 ദിവസം വന്നില്ല. നന്നേ വിഷമം തോന്നി. ആളയക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അവൻ സ്വമേധയാ വന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ. സ്നേഹമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ആളെ കാണിക്കാനും ആവാം. അന്ന് അല്പം ഇടഞ്ഞതുകൊണ്ട് സ്ഥായിയായ മുഷിച്ചിലൊന്നുമില്ലെന്ന് കാണിക്കാൻ. ഓ, മുഷിഞ്ഞ എനിക്ക് വറുത്ത വത്തയ്ക്കയാണ്. വറുത്ത വത്തയ്ക്ക നഷ്ടം അവന് തന്നെയായിരിക്കും. എനിക്കെന്തുലക്കിയാ? അല്ലെങ്കിൽ ഞാൻ ചാവാറായോ എന്ന് നോക്കാനാവാൻ വന്നത്. അവൾ ആജ്ഞ നൽകിയിരിക്കും. ചാവുന്നതിന് മുമ്പ് കിട്ടാവുന്നത്ര തട്ടിച്ചെടുക്കണമല്ലോ. എന്തൊരു കുബുദ്ധി! അവൾ ഇനിയും വെലുണ്ണിക്കുറുപ്പിനെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. വെച്ചാൽ കുടുമ, ചെരച്ചാൽ മൊട്ട. അതവൾക്കറിയില്ല. അടയ്ക്കാത്തൊണ്ടിൽ ഒതുങ്ങാവുന്ന തലച്ചോറേ ഉള്ളൂ. അതും വെച്ച് എൻ്റെ അടുത്ത് കളിക്കാൻ വന്നാൽ കൊച്ചച്ഛൻ ഇതും കൂടി പുതച്ചോളൂ. തിരിഞ്ഞു നോക്കി. ഭദ്ര കട്ടിയുള്ള കമ്പിളിയുമായി എത്തിയിരിക്കുന്നു. നല്ല മഞ്ഞുണ്ട്. ഇവിടെ ഇരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇതും കൂടി പുതയ്ക്കണം. അല്ലെങ്കിൽ എണീറ്റ് പോരൂ. എണീറ്റ് പോകാറായിട്ടില്ലെന്ന് തലയാട്ടി. പുതയ്ക്കാൻ പാകത്തിന് നിവർന്നിരുന്നു. ഒരു പുതപ്പ് കൂടി ആവശ്യമുണ്ടായിട്ടല്ല. പക്ഷേ അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഭദ്ര ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. തന്നെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ അവൾ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. സ്വന്തം മകളായിരുന്നെങ്കിൽ പോലും ഇത്രത്തോളം അവൾ സ്വന്തം മകൾ തന്നെയല്ലേ? ജന്മം കൊടുത്തത് താനല്ല എന്നതൊഴിച്ചു നിർത്തിയാൽ താൻ അവളുടെ അച്ഛൻ തന്നെയല്ലേ? പരിശീലനം കഴിച്ച ഒരു നഴ്സിൻ്റെ കൈത്തഴുക്കത്തോടെ പുതപ്പിക്കുകയും തലയണകൾ തിരികെ വയ്ക്കുകയും ചെയ്ത ശേഷം അവൾ ആകപ്പാടെ ഒന്ന് അവലോകനം ചെയ്തു. തലകുലയ്ക്ക്. പ്രായം കൂടുന്തോറും അവൾക്ക് വിശാലാക്ഷിയുടെ ഛായ കൂടിക്കൂടി വരികയാണ്. അതേ നിറം, അതേ മെലിവ്, അതേ കണ്ണും മൂക്കും, കുളി കഴിഞ്ഞ് വേർപെടുത്തിട്ട മുടി, മുടിയിൽ തുളസിപ്പൂവ്, നെറ്റിയിലും കഴുത്തിലും ചന്ദനക്കുറി, ഒക്കെ അമ്മയെപ്പോലെ തന്നെ. അവളുടെ ഓരോ ചലനത്തിലും വിശാലാക്ഷിയെ ഓർമ്മിപ്പിക്കുന്നു. ഇതേപോലെ ഒരു പ്രഭാതത്തിൽ ഭദ്രയുടെ മുഖത്ത് നോക്കാൻ സങ്കോചം തോന്നി. മതി, പൊയ്ക്കോ. ഭദ്രയുടെ കാലൊച്ച അകന്നു പോയപ്പോൾ കണ്ണടച്ചു കിടന്ന് ആ പഴയ രംഗം ഓർത്തു. ഇതേപോലെ ഒരു പ്രഭാതം. വരാന്തയിലിട്ട ചൂടിക്കട്ടിലിൽ കിടന്നുറങ്ങുന്നു. നല്ല തണുപ്പ്. ചുരുണ്ടുകൂടുന്നു. പെട്ടെന്ന് ഒരു കരിമ്പടം തന്നെ മൂടുന്നു. കണ്ണു തുറന്നപ്പോൾ വിശാലാക്ഷി അമ്മ ജാള്യതയോടെ പരിഭ്രമത്തോടെ അകത്തേക്ക് ഓടിപ്പോകുന്നു. ഒരാലോചനയുടെ തുടക്കം. അടഞ്ഞ കണ്ണുകളുടെ മുമ്പിലൂടെ തെളിവും മിഴിവുമുറ്റ ചിത്രങ്ങൾ ഘോഷയാത്രയായി കടന്നു പോകുന്നു. തുറന്ന കണ്ണുകൾക്ക് കാണാവുന്നതിനേക്കാൾ വ്യക്തമാണ് ഓരോ രേഖയും. കാലം അനുഭവങ്ങളെ വിസ്മൃതിയുടെ മണ്ണിൽ കുഴിച്ചിടുന്നു. സമയം വരുമ്പോൾ ഓർമ്മകളുടെ രത്നങ്ങളായി തോണ്ടിയെടുക്കുന്നു. അവ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ പൊലിയാത്ത നക്ഷത്രങ്ങൾ കൊളുത്തുന്നു. കൊല്ലം 45 അരനൂറ്റാണ്ടെന്ന് തന്നെ പറയാം. ആയുസ്സിലെ അത്രയും നീണ്ടൊരു ഘട്ടം കവച്ചു വയ്ക്കാൻ മനസ്സിന് അരനിമിഷം മതി. അല്ലെങ്കിലും അദൃശ്യമെന്ന് പറയപ്പെടുന്ന കാലം മനുഷ്യ മനസ്സിൻ്റെ അടിമയല്ലേ? വിശാലാക്ഷിയോടൊപ്പം ജീവിച്ച കാലത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഓർത്തു പോകുന്നു. കൂടെ കൂടെ അവകാശമില്ലാത്തതാണ് ചെയ്യുന്നതെന്ന് തോന്നും ചിലപ്പോൾ. കാരണം ആ ജീവിതത്തിൻ്റെ സ്മൃതിയെപ്പോലും അശുദ്ധപ്പെടുത്തുന്നത്ര നീചവും നികൃഷ്ടവും നിഷ്ഫലവുമായ ഒരു ജീവിതമാണല്ലോ പിൽക്കാലത്ത് താൻ നയിച്ചത്. തീർത്ഥം സേവിച്ച് ധന്യത അടിഞ്ഞവൻ പിന്നീട് മദ്യത്തിൽ ഒഴുകുന്നത് പോലെ അവൾ ഇന്നും എത്തിച്ചാൽ തൊടാത്ത ഉയരത്തിൽ നിൽക്കുന്നു. കുന്നത്ത് വെച്ച വിളക്ക് പോലെ. അതിൻ്റെ വെട്ടത്തിൽ ചെന്ന് നിൽക്കാൻ തനിക്ക് അർഹതയില്ല. അവൾ അകന്നു പോയതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം.
പക്ഷെ പരിതപിച്ചിട്ട് കാര്യമില്ല. അത് തടയാൻ തനിക്കൊരിക്കലും കഴിയില്ലായിരുന്നു. അവളെ മനസ്സിലാക്കാൻ മാത്രം വികാസം സിദ്ധിച്ചിരുന്നില്ല അന്ന്. ഇന്നോ? ഇന്നും തദൈവ. പണ്ടത്തെ ശങ്കരൻ തെങ്ങിൽ തന്നെ. വികാസം ഞെക്കിത്തുറപ്പിച്ചുണ്ടാക്കാവുന്നതല്ല, നൈസർഗികമായി സംഭവിക്കണം. അവൾക്ക് അങ്ങനെയാണ് ഉണ്ടായത്. അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഓർമ്മയിലുദിക്കുക തീരെ നാടകീയമല്ലാത്ത, ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു സംഭവമാണ്. ഒരു ചോദ്യം: ഇവനെ ഒന്ന് പിടിക്കാമോ? കൈ കഴിക്കണു. സന്ധ്യ മയങ്ങിയതേ ഉള്ളുവെങ്കിലും റബ്ബർ മരങ്ങൾക്കിടയിലൂടെയുള്ള ഇടുങ്ങിയ നടവഴിയിൽ കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ടാണ്. ടോർച്ചിൻ്റെ പ്രകാശവൃത്തം ചുറ്റുമുള്ള ഇരുട്ടിന് കട്ടികൂട്ടുന്നു. മുൻപേ നടക്കുന്ന വിശാലാക്ഷിയമ്മയുടെ ഞാത്തി ഉടുത്ത മുണ്ടിൻ്റെ കറുത്ത കരയും വെള്ളിപ്പാദസരമണിഞ്ഞ കാലിൻ്റെ ഞെരിയാണികളും മാത്രമേ കാണുന്നുള്ളൂ. അവർ തിരിഞ്ഞു നിൽക്കുന്നു. ഒരു മിനിറ്റ് മതി, കൈയൊന്ന് കൊടയാനാ. ഈ ടോർച്ച് പിടിക്കൂ, എന്നിട്ട് അവനെ ഇങ്ങോട്ട് തരൂ. ഞാനെടുക്കാമെന്ന് നേരത്തെ പറഞ്ഞില്ലേ? രണ്ടുപേരെയും കൂടി എങ്ങനെയാ എടുക്കുക? ശ്രീധരൻ ഉറങ്ങിയോ? ഉവ്വ്, തോന്നുന്നുണ്ട്. ടോർച്ച് കൊടുത്ത് സുഖുവിനെ ഏറ്റെടുത്തു. ഓരോ തോളത്തും ഓരോ കുട്ടി. എടുക്കാൻ പ്രയാസമുണ്ട്. എന്നാലും ഒരാൾക്ക് 3.5 വയസ്സ്, മറ്റേയാൾക്ക് 1.5. അവരുടെ അമ്മയ്ക്ക് മാസം 7 or 8. ഗർഭഭാരം വലിച്ച് നടക്കാൻ തന്നെ പ്രയാസം. ഒക്കത്തൊരു കുട്ടിയും കൂടെ ആയാലോ? നടന്നോളൂ, താൻ പറയുന്നു. ഇത്തിരി ദൂരം കൂടിയല്ലേ ഉള്ളൂ. 2 പേരെയും കൂടി ഞാൻ എടുത്തോളാം. അത് വേണ്ട, ഞാൻ തന്നെ എടുക്കാം. സുഖൂനെ. സാരില്ല, നടക്കൂ. ഭാരം അധികമാവില്ലേ? ഇതൊന്നും ഭാരമില്ല, നടന്നോളൂ. വേഗം അങ്ങോട്ടെത്താം. ഇതൊന്നും ഒരു ഭാരമല്ല. പൂജ കഴിയാൻ ഇത്രയും വൈകുമെന്ന് വിചാരിച്ചില്ല. ടോർച്ച് തൻ്റെ കാലിൻ്റെ അടിയിലേക്ക് മിന്നിച്ചു. ക്ഷമാപണ സ്വരത്തിൽ അവർ പറയുന്നു. ബുദ്ധിമുട്ടായി അല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ല, ഇത്തിരി ഉണ്ടെങ്കിൽ തന്നെയും അതിന് കടപ്പെട്ടവനാണല്ലോ. അവർ മറുപടി പറഞ്ഞില്ല. കടപ്പാടിൻ്റെ കാര്യം സൂചിപ്പിക്കുന്നത് വിശാലാക്ഷി അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല. എന്താ ഇത്ര വലിയ കടപ്പാട് എന്നാണ് ഭാവം. അവർക്കങ്ങനെ വിചാരിക്കാം, അതവരുടെ മഹാമനസ്കത. പക്ഷേ തനിക്കതല്ല. കടപ്പാടിനെക്കുറിച്ച് സദാ ബോധവാനാണ്. അപ്പുനായർ തൻ്റെ കാണപ്പെട്ട ദൈവമാണ്. ആയിരുന്നു. മലയിലെത്തി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന തനിക്ക് ഭേദപ്പെട്ട ഒരു ജോലി വാങ്ങിച്ചു തന്നത് അദ്ദേഹമാണ്. സ്വന്തം അനിയനെ പോലെയാണ് കരുതിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധവയോടും കുട്ടികളോടും കടപ്പാടില്ലാതിരിക്കുമോ? വിശാലാക്ഷി അമ്മയും സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുന്നത് നന്ദികേടാവില്ലേ? അല്ലെങ്കിലും അവർക്ക് മറ്റാരാണുള്ളത്? അതുകൊണ്ട് എല്ലാ ചുമതലയും ഏറ്റെടുത്തു. തോട്ടത്തിൽ നിന്ന് കിട്ടാനുള്ളത് കണക്ക് തീർത്ത് വാങ്ങുന്നത് മുതൽ കപ്പലിന് ടിക്കറ്റ് ഏർപ്പാട് ചെയ്യുന്നത് വരെ എല്ലാതും. കടപ്പാട് മാത്രമായിരുന്നുവോ? തുടങ്ങിയത് ആ നിലയ്ക്കാണ്. മൈത്രി, കടപ്പാട്. തുടർന്നതോ? സ്വന്തമെന്ന് കരുതിയ ഓരോന്നും ചെയ്തതോ ഇഷ്ടം തോന്നിയത് കൊണ്ടല്ലേ? അവരുടെയും മക്കളുടെയും ഭാരം പൂക്കൂട പോലെ സുഖമുള്ള ഭാരമായി തോന്നിയതുകൊണ്ടല്ലേ? ആദ്യം സ്വയം നിഷേധിച്ചു. പിന്നീട് നിഷേധിക്കാൻ കഴിയാത്ത വിധം ബോധ്യമായി. ഈ ഭാരമൊന്നും സാരമില്ല, ഇതൊന്നും ഒരു ഭാരമല്ല എന്ന് പറയുമ്പോൾ പറഞ്ഞ അർത്ഥമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴാലോചിക്കുമ്പോൾ വ്യക്തമല്ലേ, മനസ്സ് ധ്വനിയുള്ള വാക്കുകൾ സ്വയം തിരഞ്ഞെടുത്തതാണെന്ന്. സ്വരത്തിലെങ്ങാൻ അത് നെളിച്ചിരുന്നുവോ ആവോ? സ്വരം ഓർമ്മ വരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിലും വിശാലാക്ഷിയമ്മ ശ്രദ്ധിക്കുമായിരുന്നില്ല. തൻ്റെ മനസ്സിൽ അങ്ങനെയൊരു വിചാരം ഉണ്ടാവുമെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ലല്ലോ അവർക്ക്. അതുകൊണ്ടല്ലേ ആദ്യ സൂചന നൽകിയപ്പോൾ അവർ ഞെട്ടിയത്, മരവിച്ചിരുന്നു പോയത്. മിണ്ടിയില്ല ഒരൊറ്റ അക്ഷരമെങ്കിലും. വീർപ്പ് മുട്ടിക്കുന്ന മൗനം. പിന്നെ ഇളക്കി കുലുക്കിയ മരുന്നുകുപ്പിയുടെ കെടേശം തെറിക്കുന്നത് പോലെ ഒറ്റ തേങ്ങൽ. താൻ ഇറങ്ങി നടക്കുന്നു, ചെരുപ്പിടാതെ, ടോർച്ചെടുക്കാതെ. മുറ്റത്ത് നിന്ന് റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ചവിട്ടടിപ്പാതയിലേക്ക് ഇറങ്ങുമ്പോൾ തിരിഞ്ഞു നിന്നൊന്നു നോക്കുന്നു. തേനീച്ചക്കൂട് പോലെയുള്ള തകരം മേഞ്ഞ വീട്ടിനുള്ളിൽ മഞ്ഞൾക്കുരുതിയുടെ നിറമുള്ള മങ്ങിയ വെളിച്ചമുണ്ട്. പുക പിടിച്ച ചിമ്മിനി വിളക്കിൻ്റെ കട്ടിത്തുടുപ്പിൽ ചമ്രം പിടഞ്ഞിരുന്ന് കുട്ടിയെ ഉറക്കുകയാണവർ. തട്ടികയുടെ അപ്പുറത്ത് നോക്കിയതേയില്ല. അതുകൊണ്ട് മുഖഭാവം എന്തെന്നറിഞ്ഞില്ല. സ്വതവേയുള്ള വിഷാദം ഇരട്ടിച്ചിരിക്കും. പറഞ്ഞത് അത്രയ്ക്കും അവിവേകമായി പോയില്ലേ? ഈ വീട് സ്വന്തമായിട്ട് കണക്കാക്കാൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമാണ്. അതെ, അവിവേകമാണ്. അപ്പുനായരുടെ വിധവയോട് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്.
പക്ഷെ പറഞ്ഞു, ഏറെ നാൾ ചിന്തിച്ചുറപ്പിച്ചിട്ടാണ്, ഉരുവിട്ട് ദൃഢം വരുത്തിയിട്ടാണ്, വരുമ്പരായികൾ കണക്ക് കൂട്ടിയിട്ടാണ് പറഞ്ഞത്. എങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോന്നുന്നു അബദ്ധമായിന്ന്. അന്ത്യയാവും വരെ വെള്ളം കോരി അന്തിക്ക് കുടവിട്ടുടക്കിയാണ് ചെയ്തതെന്ന്. തന്നെക്കുറിച്ച് എത്ര അവജ്ഞയായിരിക്കും അവർക്ക് മനസ്സിലുദിച്ചിരിക്കുക. കല്ലും കുഴിയുമുള്ള ചവിട്ടടിപ്പാതയിൽ മുറ്റി ഇരുട്ടാണ്. പരിചയം കൊണ്ട് മാത്രം കാലിടറാതെ നടക്കുന്നു. പച്ച പറ്റാത്തതും പാതി ഉണങ്ങാത്തതുമായ റബ്ബർ കായയുടെ നാറ്റം മൂക്കിലടിക്കുന്നു. ലക്ഷോപലക്ഷം ചീവീടുകൾ ചീറുന്നുണ്ട്. മരപ്പട്ടികൾ പൊന്തയിലൂടെ പായുന്ന ശബ്ദവുമുണ്ട്. ഒന്നിലും ശ്രദ്ധിക്കാതെ സ്വപ്നത്തിലെന്ന പോലെ നടത്തം തുടരുന്നു. ചെത്തുവഴിയിലേക്ക് കയറുമ്പോൾ വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. വൃക്ഷങ്ങൾക്കിടയിലൂടെ വെളിച്ചത്തിൻ്റെ ചില പൊട്ടുകൾ മാത്രം കാണാം. വേലിക്കൽ പടർന്ന കോളാമ്പിയുടെ പൂക്കൾ പോലെ നീട്ടിയൊരു നെടുവീർപ്പിട്ട് ലക്ഷ്യമില്ലാത്ത നടത്തം തുടരുന്നു. പറഞ്ഞത് അവിവേകം മാത്രമല്ല, അക്രമം തന്നെയായിപ്പോയി. അപ്പുനായർ സ്വർഗത്തിലിരുന്ന് പല്ലിഞ്ഞെരിക്കുന്നുണ്ടാവും. സാമദ്രോഹി എന്ന് അലറുന്നുണ്ടാവും. അപ്പുനായരുടെ ഭാര്യയായിരുന്ന സ്ത്രീ തൻ്റെ ജീവിതം പങ്കിടാൻ സമ്മതിച്ചേക്കുമെന്ന് സങ്കല്പിച്ചത് അഹമ്മദിയാണ്. ഭീമമായ കുറ്റമാണ്, കൊടും പാപമാണ്. അവരുടെയും അപ്പുനായരുടെയും ദാമ്പത്യം സാധാരണ ദാമ്പത്യമായിരുന്നില്ല. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അനുഗ്രഹാശിസ്സുകളില്ലാതെ. അവരുടെ കുടുംബജീവിതമോ താളവും ലയവും ശ്രുതിയും ഒക്കെ ചേർന്ന സുന്ദര സംഗീതമായിരുന്നു. എന്നിട്ടും, ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടും അപ്പുനായർ മരിച്ചിട്ട് ഏതാനും മാസത്തിനുള്ളിൽ ഇങ്ങനെയൊരാലോചനയുമായി അവരെ സമീപിച്ച് താൻ എത്ര നീചനാണ്, നികൃഷ്ടനാണ്. പോട്ടെ, വിരോധമുണ്ടാവില്ല എന്ന സൂചന വല്ലതും കിട്ടിയിട്ടായിരുന്നുവെങ്കിൽ തരക്കേടില്ല. അങ്ങനെയൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. ഉണ്ടെന്ന് വ്യാഖ്യാനിച്ചത് തൻ്റെ ഭാവന മാത്രമാണ്. അഭിലാഷത്തിൻ്റെ വർണ്ണ കണ്ണാട ധരിച്ച ഭാവന. വാസ്തവം ആലോചിച്ചാൽ അവരുടെ പെരുമാറ്റം എന്നും ഒരേപോലെയായിരുന്നു. അപ്പുനായർ മരിക്കുന്നതിന് മുൻപും പിൻപും അല്പമെങ്കിലും സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറിയിട്ടുള്ളത് അപ്പുനായർ മരിക്കുന്നതിന് മുമ്പാണ്. ഇടയ്ക്ക് ചില ഞായറാഴ്ചകളിൽ അവിടെ പോവും. ചെന്ന് കയറുമ്പോഴേ തുടങ്ങും അപ്പുനായരുടെ തമാശ. എന്താടോ മണിക്കുന്നിലെ വലിയ കുറുപ്പേ, തന്നെ കാണാൻ ടിക്കറ്റ് മേടിക്കണമെന്ന് തോന്നുന്നൂലോ. വല്ല ഞായറാഴ്ച ഇങ്ങോട്ട് വന്നൂട്ടേ. പാടി കേൾപ്പിക്കാൻ ഓടിയനില്ലാതെ കഷ്ടപ്പെടാണ് ഞാൻ. നല്ല ശാപ്പാടും പോകുമ്പോൾ ദക്ഷിണയും തരാം. ഇടയ്ക്ക് ടൗണിൽ പോയി ചെവി കഴുകണ്ടേ? ഹോ അപ്പുനായർ ഉറക്കച്ചിരിക്കും. വലിയ കുറുപ്പ് ഇറ്റടിക്കണു വിശാലാക്ഷി. ഇതേ നോക്ക്. എന്തൊരു ബഹളവും ഒച്ചയുമായിരിക്കും. അപ്പുനായർ ഭംഗിയായി കഥകളിപ്പദം പാടും. അപൂർവം ചിലപ്പോൾ വിശാലാക്ഷിയമ്മയും കൂടും. അവർക്ക് അസ്സലായി കൈകൊട്ടി കളിക്കാൻ അറിയാൻ പോലും. ശക്തൻ തമ്പുരാൻ്റെ ചിമ്മുക്കുട്ടി നേത്യാരമ്മയാണ്. അപ്പുനായർ പറയും. ഏതായാലും ഒരു പകൽ രസമായി പോവും. ചിലപ്പോഴൊക്കെ രാത്രിയും തങ്ങും. വിശാലാക്ഷിയമ്മയുടെ പെരുമാറ്റം തറവാടി സ്ത്രീകൾക്ക് ചേരുന്നതായിരുന്നു. സ്നേഹത്തോടെ, ഔദാര്യത്തോടെ, എന്നാൽ അനാവശ്യമായ അടുപ്പം കാണിക്കാതെ. താനത് മാനിക്കുകയും ചെയ്തിരുന്നു. അല്ലെങ്കിലും അന്നൊന്നും തെറ്റായ വിചാരത്തിൻ്റെ നിഴലിൻ്റെ നിഴൽ പോലും മനസ്സിലുണ്ടായിരുന്നില്ല. അത് ഈയിടെ മാത്രമാണ് ഉള്ളിൽ കടന്നുകൂടിയത്. അപ്പുനായർ മരിച്ചിട്ടും ദീക്ഷിക്കേണ്ട അകലം ദീക്ഷിച്ചു. കൂടുതൽ അടുത്ത് പെരുമാറേണ്ടി വന്നപ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ ഒരു തരത്തിലും ചീത്തപ്പേരിനിട നൽകരുതല്ലോ. പിന്നെ എപ്പോഴാണ് ഈ ദുരാലോചന തലയിൽ കടന്നുകൂടിയത്? എപ്പോഴാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. കടന്നുകൂടിയ ശേഷം വളരെ കഴിഞ്ഞിട്ടാവണം അതിനെക്കുറിച്ച് ബോധവാനായത് തന്നെ. അവരുടെ വാക്കുകൾക്ക് ഇല്ലാതിരുന്ന അർത്ഥം ആരോപിച്ചു തുടങ്ങിയതും ഓർക്കുന്നു. നാട്ടിൽ പോയിട്ടും എന്താ കാര്യം എന്നാണ് ചിലപ്പോഴൊക്കെ ആലോചിക്കുന്നത്. അവർ നെടുവീർപ്പിടുന്നു. അവിടെയും രക്ഷയൊന്നുമില്ല. കപ്പലിന് ടിക്കറ്റ് ഏർപ്പാട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴുള്ള പ്രതികരണമായിരുന്നു. താനൊന്നും മറുപടി പറയാതെ ഒതുങ്ങി ഒഴിഞ്ഞു നിന്നു. മിസ്റ്റർ കുറുപ്പിൻ്റെ മിടുക്കുകൊണ്ട് ഇത്രയൊക്കെ നടത്തിത്തന്നു. ദൈവാധീനം എന്നേ പറയേണ്ടു. ഞാൻ എന്ത് മിടുക്ക കാണിച്ചത്? ഒന്നുമില്ല. ചെയ്യേണ്ടത് ചെയ്തു എന്ന് മാത്രം. അതിനുള്ള സന്മനസ്സുണ്ടല്ലോ. നാട്ടിൽ പോയാൽ ആരാ സഹായിക്കാനുള്ളത്? മിസ്റ്റർ കുറുപ്പിന് അറിയാലോ. എല്ലാവരോടും തെറ്റിപ്പിരിഞ്ഞിട്ടാണ് പോകുന്നതെന്ന്. 7 കൊല്ലമായിട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ കുറ്റമല്ലെന്ന് വയ്ക്കുക. ഞാൻ എല്ലാവർക്കും മാറി മാറി എഴുതി. ആരും മറുപടി എഴുതിയില്ല. അപ്പം പിന്നെ ഈ സ്ഥിതിയിൽ കയറി ചെന്നാൽ അവർ പടി കിടക്കാൻ സമ്മതിക്കോ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇത്രയും കാലമായില്ലേ. ഇപ്പം മനസ്സൊക്കെ മാറിയിരിക്കും. ഉണ്ടാവില്ല. കുട്ടികളുടെ അച്ഛൻ മരിച്ച വിവരത്തിന് എഴുതിയിട്ടും ആരും ഒരു മറുപടി അയച്ചില്ല. അത്ര വൈരാഗ്യമാണ്.
എന്നാലും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അതൊക്കെ മാറും. എത്രയായാലും സ്വന്തം ജ്യേഷ്ഠന്മാരല്ലേ. ആവോ, ഏട്ടന്മാർ മാത്രമാണെങ്കിൽ തരക്കേടില്ല. അവർക്കൊക്കെ ഏട്ടത്തിയമ്മമാരും മക്കളും ഉണ്ടല്ലോ. ഞാനൊരു ഭാരാവും എന്നുള്ള പേടി അവർക്കുണ്ടാവും. അവർക്ക് ഭാരാവാതെ ജീവിക്കാനുള്ളത് കയ്യിലുണ്ടല്ലോ. പിന്നെന്താ? അതാ എനിക്കധികം പേടി. ഇതൊന്നും വേണ്ട മാതിരി കൈകാര്യം ചെയ്യാനുള്ള കഴിവെനിക്കില്ല. ഒക്കെ അങ്ങേരാണല്ലോ പതിവ്. നാട്ടിൽ ചെന്നാൽ ആരെങ്കിലും ഒക്കെ തട്ടിത്തിന്നും. ഞാനും കുട്ടികളും വഴിയാധാരമാവും. അവർ കണ്ണു തുടയ്ക്കുന്നു. കണ്ടപ്പോൾ തല കുനിച്ചു മിണ്ടാതെ നിന്നു. തൊണ്ടയിലൊരടവ് അനുഭവപ്പെട്ടിരുന്നു. എല്ലാം ഈശ്വര നിശ്ചയം പോലെ വരും. എൻ്റെ തലയിലെടുത്ത് ഞാൻ അനുഭവിച്ചു തന്നെ തീരണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരണോ? ഇഷ്ടമില്ലെങ്കിൽ പോവാതെ കഴിക്കാലോ എന്ന് മനസ്സിൽ അറിയാതെ പറഞ്ഞുപോയി. അതാണ് പിന്നീട് ഈ ദുരാലോചനയായി പടർന്നു പന്തലിച്ചതെന്ന് കരുതണം. പിന്നീട് അവർ പറഞ്ഞ ഓരോ വാക്കും ദുർവാഖ്യാനത്തിലൂടെ അതിനു വളം വെച്ചു. ഓരോ തവണയും 10ാം ക്ലാസ് മുഴുമിച്ചിരുന്നെങ്കിൽ ട്രെയിനിങ്ങിന് പോയാലൊരു സ്കൂൾ മിസ്ട്രസിൻ്റെ ജോലിയെങ്കിലും കിട്ടിയേനെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? എവിടെയാ പോവുക, എവിടെയാ താമസിക്കുക, എങ്ങനെയാ കുട്ടികളെ പുലർത്തുക? ഒരു രൂപവും ഇല്ല. ഗുരുവായൂരപ്പൻ തന്നെ തുണ. ഈ നാട്ടിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ? ചിലപ്പോൾ തോന്നുന്നുണ്ട് ഒരു ടാപ്പറുടെ ജോലിയായാലും വേണ്ടില്ല. ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിയാലെന്തെന്ന്. കുട്ടികളെ ഒരു വഴിക്കാക്കണം എന്നല്ലാതെ വേറെ ഒരു ആഗ്രഹവും എനിക്കില്ല. മിസ്റ്റർ കുറുപ്പിനെ പോലെ ഒരാളെ അവിടെ ഹെൽപ്പിന് കിട്ടില്ലല്ലോ. അതും പെനാങ്ങിന്ന് വരണത് കണ്ടാൽ ലക്ഷക്കണക്കിന് സമ്പാദ്യം ഉണ്ടെന്ന് ധരിക്കും. പിന്നെ വരണോരൊക്കെ കൈ നീട്ടിക്കൊണ്ടാണ് വരിക, വല്ലതും വാരാൻ. എല്ലാം വിരൽ ചൂണ്ടിയത് ഒരേ ഒരു വസ്തുതയിലാക്കാണെന്ന് തോന്നി. നിസ്സഹായിയായി നാട്ടിൽ പോയി നട്ടം തിരിയുന്നതിനേക്കാൾ ആൺതുണയോടുകൂടി ഇവിടെ കഴിഞ്ഞുകൂടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കുറുപ്പുള്ളത് കൊണ്ട് ഒക്കെ നടക്കുന്നു. കുറുപ്പിനെ പോലെ ഒരാളെ അവിടെ കിട്ടുമോ? കുറുപ്പില്ലെങ്കിൽ കഷ്ടപ്പെട്ടേനെ. കുറുപ്പാണ് ആകെ ഒരാശ്രയം. ഒരു സ്ത്രീക്ക് ഇതിനേക്കാൾ വിശദമായി ഉള്ളിലുള്ളത് സൂചിപ്പിക്കാൻ സാധിക്കുമോ? ഈ ധാരണയിലൂടെ നോക്കിയതുകൊണ്ടാണ് പുതിയ നിറം കണ്ടെത്തിയത്. അവരുടെ സൗന്ദര്യത്തിൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങിയത്. എന്തൊരു നിറമാണ്! കണിവെള്ളരിയുടെ നിറം. എന്തു തലമുടിയാണ്! 2-3 കുട്ടികളുടെ അമ്മയാണെങ്കിലും മുഖത്തിന് ഒരു മങ്ങലും ഏറ്റിട്ടില്ല. വിഷാദഭാവം കൊണ്ടുള്ള പാട്ടമല്ലാതെ. ഭസ്മം മാത്രം തൊട്ട് നെറ്റിയും ആഭരണമണിയാത്ത കഴുത്തുമൊക്കെ അഴകിന് മാറ്റുകൂട്ടുന്നു. ഒതുങ്ങിയ ശരീരവും പുഴയൊഴുകുന്നത് പോലെയുള്ള നടത്തവും അവർക്കൊരു പ്രത്യേക സൗഭാഗ്യം തന്നെ നൽകുന്നു. ഉൾച്ചൂടിൽ വരണ്ട ചുണ്ടുകൾ മുഴുവനേ വിടരാറില്ലെങ്കിലും അവയിൽ വല്ലപ്പോഴും മുട്ടിടുന്ന പുഞ്ചിരി മതി വിശ്വമാകെ വെൺകളി പൂശാൻ. അവരെ കാണുമ്പോൾ തലയ്ക്ക് നേരിയൊരു ലഹരി. എത്ര പണിപ്പെട്ടാണത് നിയന്ത്രിച്ചത്! എല്ലാം അബദ്ധമായി, സർവാബദ്ധമായി. പറയാൻ പാടില്ലാത്തത് പറഞ്ഞു. ഇനി എങ്ങനെ അവരുടെ മുന്നിൽ ചെല്ലും? നല്ല മനുഷ്യനായിട്ടാണ് അവർ ഇതേവരെ തന്നെ കണക്കാക്കിയിരുന്നത്. സ്വന്തം സ്വഭാവ ഗുണം കൊണ്ടും അപ്പുനായരോടുള്ള സ്നേഹാദരം കൊണ്ടുമാണ് താൻ ഇത്രയൊക്കെ സഹായിക്കുന്നതെന്നാവണം അവർ ഇതേവരെ ധരിച്ചിരുന്നത്. ഇപ്പോഴോ അരുതാത്ത ഉദ്ദേശ്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടായിരുന്നു തൻ്റെ പ്രവൃത്തികളൊക്കെ എന്ന് ധരിക്കും. അതോടെ ഈശ്വര, ഇനി എങ്ങനെയാണ് അങ്ങോട്ട് കയറി ചെല്ലുക? അവർ മുഖത്ത് കാർക്കിച്ചൊരു തുപ്പു തുപ്പിയാലോ? ഇത്ര നാൾ ഒതുക്കി പിടിച്ചു. ഒരു നിശ്ചയത്തിന് 2 സംശയമായിരുന്നതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഏതാനും ദിവസങ്ങളേ ഉള്ളൂ കപ്പൽ കയറാൻ. അപ്പോഴാണ് ഈ അബദ്ധം എഴുന്നള്ളിച്ചത്. ഈ വീട് സ്വന്തമാണെന്ന് കണക്കാക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇരുട്ടത്ത് എത്ര നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം? കാലുകൾ തളരുന്നു. തളർന്ന കാലുകൾ വിശ്രമം തേടി വീട്ടിലേക്ക് തിരിക്കുന്നു. മറ്റെവിടെ പോവാനാണ്? ചവിട്ടുകല്ല് കയറുമ്പോൾ വല്ലാത്ത തളർച്ച. ചൂടിക്കട്ടിലിൽ എങ്ങനെയോ ചെന്നിരിക്കുന്നു. ഇരുന്ന പാടെ കിടക്കുന്നു. ചെവി ഓർക്കുന്നു. ഉള്ളിൽ അനക്കമില്ല, വെളിച്ചവുമില്ല. വിശാലാക്ഷിയമ്മ ഉറങ്ങിയിരിക്കും. ഉറങ്ങാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ നിശബ്ദം കരയുമായിരിക്കും. പാപം, 4-5 മാസമായി കണ്ണീർ വറ്റിയിട്ടില്ല. ഇപ്പോൾ തൻ്റെ വകയായി ഒരു വെള്ളപ്പൊക്കം കൂടി. എത്ര ഭീമമായ അപരാധമാണ് താൻ ചെയ്തത്! വല്ലാത്ത ക്ഷീണം. കണ്ണടയുന്നു. ഞെട്ടിത്തുറക്കുന്നു. തിരിഞ്ഞു പുറത്തേക്ക് നോക്കിക്കൊണ്ട് കിടക്കുന്നു. വരാന്തയുടെ ചുറ്റുമുള്ള അരിപ്പ വലയിൽ ഇരുട്ട് പിഴിഞ്ഞൊഴിച്ച കൽക്കം. ചളിപ്പാകത്തിൽ ഇരുട്ട് കണ്ണിലൂടെ മനസ്സിൽ വന്ന് നിറയുന്നു. കണ്ണു തുറക്കുമ്പോൾ നല്ല വെയിലാണ്. ഞെട്ടിപ്പിടഞ്ഞെഴുന്നേൽക്കുന്നു. നേരം ഇത്രയൊക്കെ ആയോ? വെളുപ്പിന് മുൻപ് മസ്റ്ററിങ്ങിന് എത്തേണ്ടതാണ്. പിഴച്ചു. അല്ലെങ്കിലേ ഈയിടെ ജോലി അമാന്തത്തിലാണ്. വിശാലാക്ഷി അമ്മയ്ക്ക് വേണ്ടുന്നത് ചെയ്യാൻ ഓടി നടക്കേണ്ടി വരുന്നത് കൊണ്ട്. വിശാലാക്ഷി അമ്മ
തലേ രാത്രി ഓർമ്മയിൽ ഉദിക്കുന്നു. ചാടി എണീക്കാൻ ഭാവിച്ചത് വേണ്ടെന്ന് വെച്ച് തല കുനിച്ച് ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു. ഇനിയോ? പതിവ് പോലെ 4 മണിക്ക് എണീറ്റിരുന്നെങ്കിൽ അവർ എഴുന്നേൽക്കും മുമ്പ് രക്ഷപ്പെടാമായിരുന്നു. കുറെ കൂടി ആലോചിക്കാൻ സമയം കിട്ടുമായിരുന്നു. എല്ലാം പിഴച്ചു. ഇതാ ചായ. ഞെട്ടി തലയുയർത്തുന്നു. വിശാലാക്ഷിയമ്മ സാരി തലപ്പ് കൂട്ടിപ്പിടിച്ച് ഗ്ലാസ് തൻ്റെ നേരെ നീട്ടുന്നു. സങ്കോചത്തോടെ കൈനീട്ടി വാങ്ങിക്കുന്നു. മുഖത്ത് നോക്കാതെ. നോക്കാൻ ധൈര്യമില്ല. ഒന്നും സംഭവിക്കാത്ത ഭാവമാണ് ആ മുഖത്തുള്ളതെന്ന് നോക്കാതെ തന്നെ മനസ്സിലാകുന്നു. കുപ്പുസ്വാമി അന്വേഷിച്ചു വന്നിരുന്നു. കാണാഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സുഖമില്ലാണ്ട് കിടക്കാണെന്ന്. ഓ. ചായ മോന്തുന്നതിനിടയിൽ ഗ്ലാസിൻ്റെ മീതെ അവരെ നോക്കുന്നു. ശരി, ഞാൻ പിന്നീട് ഓഫീസിൽ പോയി ലീവ് ഇട്ടേക്കാം. ചായ കുടിച്ച് ഗ്ലാസ് താഴെ വെക്കാൻ ഭാവിക്കുമ്പോൾ അവർ അത് ഏറ്റുവാങ്ങുന്നു. തിരിഞ്ഞകത്തേക്ക് പോകുന്നതിന് പകരം പതിവില്ലാത്ത വണ്ണം ചുമരും ചാരി നിന്നുകൊണ്ട് പറയുന്നു, ഇന്നലെ രാത്രി ഞാൻ പേടിച്ചു. എപ്പോഴാണ് മടങ്ങി വന്നത്? കുറേ വൈകി. സമയമൊന്നും അറിഞ്ഞൂടാ. 12-12:30 വരെ ഞാൻ ഉണർന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നേ. ഞാൻ ഉറക്കം കഴിഞ്ഞ് ഉണർന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആളെ കണ്ടില്ല. അപ്പോൾ എനിക്ക് പേടിയായി. മുഖമുയർത്തി അവരെ ഒന്ന് നോക്കി. പേടിച്ചു? എന്തിന്? വീട്ടിലൊറ്റയ്ക്കാണല്ലോ എന്നോർത്തിട്ടുള്ള പേടിയോ? അതോ താൻ എന്തെങ്കിലും അവിവേകം കാണിച്ചിരിക്കുമെന്ന പേടിയോ? എവിടേക്കാ പോയത്? എവിടേക്കുമില്ല. കുറേ ചുറ്റി നടന്നു. ഇടിട്ടത്തെ ടോർച്ചും ചെരുപ്പുമില്ലാതെ. അതുകൊണ്ടെന്താ? സാരില്ല. അല്പനേരത്തെ മൗനം. പിന്നെ ഗദ്ഗതത്തോടെ, എന്നോട് ദേഷ്യം തോന്നരുത്. ദേഷ്യോ? ഉള്ളിലുള്ള വിഷമമെല്ലാം പുറത്തു ചാടുന്ന സ്വരം. എനിക്കിപ്പോൾ ദേഷ്യം എന്നോടാണ്. എനിക്കെന്താ പറ്റിയതെന്ന് അറിഞ്ഞുകൂടാ. പറയാൻ പാടില്ലാത്ത പറഞ്ഞ് വിഷമിപ്പിച്ചു. ഐ എം സോറി. ഇനി ഒരിക്കലും ഇങ്ങനെയൊരു അബദ്ധം പറ്റില്ല. ഒറ്റ ശ്വാസത്തിന് പറഞ്ഞു തീർത്തതിൽ ആശ്വാസം തോന്നുന്നു. എങ്കിലും ജാള്യതയും തോന്നുന്നുണ്ട്. കൈകൊണ്ട് മുഖം മറയ്ക്കുന്നു. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അവരുടെ സ്വരം ഇടറുന്നുണ്ട്. മിസ്റ്റർ കുറുപ്പ് നല്ല മനസ്സോടെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. പക്ഷേ തീരെ നിരീക്കാത്തതായിരുന്നു. അതെ, അതാണ് എനിക്ക് കൂടുതൽ മനോവിഷമം. അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് കുണ്ഠിതമുണ്ട്. വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ. എന്നാലും വിഷമിച്ചു എന്ന് എനിക്കറിയാം. വീണ്ടും ഇത്തിരി നേരം മിണ്ടാതെ നിന്ന ശേഷമാണ് അവർ മറുപടി പറഞ്ഞത്. വിഷമം തോന്നി, അതില്ല. പക്ഷേ പറയാൻ വയ്യാത്തത് പറഞ്ഞുകൊണ്ടൊന്നുമല്ല. ഇത്രത്തോളം വേണ്ടിയുണ്ടെന്ന്, ഇത്രത്തോളം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല. അതാലോചിച്ചപ്പോൾ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടിയും കിട്ടിയില്ല. അല്ലാതെ ദേഷ്യം കൊണ്ടൊന്നുമല്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. തേങ്ങൽ കേട്ട് തലയുയർത്തി നോക്കി. കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളം ഒഴുകുന്നു. തുടയ്ക്കാനൊരു ശ്രമം പോലും ചെയ്യുന്നില്ല. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. ഞാൻ കാരണം വിമ്മിട്ടപ്പെട്ടു എന്ന് ആലോചിച്ചാണ് എനിക്ക് വിഷമം. ഇത്തവണ ക്ഷമിക്കണം. എന്താ ഇങ്ങനെയൊക്കെ പറയണത്? കരച്ചിൽ വർദ്ധിക്കുകയാണ്. ഇടത്തെ കൈകൊണ്ട് കവിള് തുടച്ച് മൂക്ക് ചീറ്റുന്നു. സങ്കടം കൊണ്ടല്ല ഞാൻ കരയണത്. എല്ലാം കൂടി ഉള്ളിൽ ഒതുങ്ങണില്ല. അതുകൊണ്ടാ. പെട്ടെന്ന് തിരിഞ്ഞകത്തേക്ക് പോകുന്നു. ശ്രീധരൻ വാതിക്കൽ നിന്ന് അമ്പരപ്പോടെ എത്തി നോക്കുന്നു. അവനെ മാടി വിളിക്കുന്നു. വരാൻ കൂട്ടാക്കാതെ അകത്തോട്ട് ഓടുന്നു. 3 വയസ്സായിട്ടില്ലാത്ത അവനും മനസ്സിലാക്കിയിരിക്കുന്നു അങ്കിൾ എന്തോ കുഴപ്പം പറ്റിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ കരയില്ലല്ലോ. വീണ്ടും കട്ടിലിൽ മലർന്നു കിടക്കുന്നു. അരിപ്പ വലയിലൂടെ വീണിരുന്ന വെയിൽ പിൻവാങ്ങിയിരിക്കുന്നു. റബ്ബർ മരങ്ങൾ നിശ്ചലമാണ്. തെളിഞ്ഞ ആകാശത്തിൽ അങ്ങങ്ങ് മേഘത്തിൻ്റെ പാടുകളുണ്ട്. ചൂട് തുടങ്ങി. മനസ്സിലാകപ്പാടെ ഒരു ജഡതയാണ്. എന്താ ഇങ്ങനെ കിടക്കണത്? മണി 10 കഴിഞ്ഞു. എന്തെങ്കിലും കഴിക്കണ്ടേ? ഒന്നും വേണ്ട, കിടന്നു കിടപ്പിൽ പറയുന്നു. ഇപ്പോഴാണ് എന്നെ ശരിക്കും വിഷമിപ്പിക്കണത്. കുത്തുകൊണ്ടതുപോലെ തലയുയർത്തി നോക്കുന്നു. എഴുന്നേറ്റിരിക്കുന്നു. അവരുടെ മുഖത്ത് വേദനയുണ്ട്. താൻ അവരെ വേദനിപ്പിക്കുകയാണ്. പരിഭവിച്ചതുപോലെ പെരുമാറുന്നത് തെറ്റാണ്. താൻ മനസ്സിലൊരു വിഷമവും ഇല്ലാത്ത പോലെ വേണം പെരുമാറാൻ. അല്ലെങ്കിൽ അതവരെ കണക്കിലേറെ നോവിക്കും. ശരി, കുളിക്കാം. ലീവായ സ്ഥിതിക്ക് ടൗണിൽ പോയി നടത്താനുള്ള കാര്യങ്ങൾ നടത്താം. ഇടനാഴിയിലൂടെ അകത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം. നല്ലോണം ആലോചിക്കാതെ എന്തെങ്കിലും പറയണത് അബദ്ധമല്ലേ? നടക്കുന്നതിനിടെ തിരിഞ്ഞൊന്നു നോക്കി. അവർ മുഖം കുനിച്ച് നിൽക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ് അവർ പറഞ്ഞത്. പ്രതീക്ഷയ്ക്ക് ഇട നൽകുന്ന വാക്കുകൾ. അവർ ആലോചിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ തള്ളിക്കളഞ്ഞിട്ടില്ല, പരിഗണിക്കുകയാണ്. താൻ പറഞ്ഞത് അത്ര വലിയ അവിവേകമായി അവർ കണക്കാക്കുന്നില്ല.
അല്പം ഒരാശ്വാസത്തോടെ കുളിമുറിയിലേക്ക് കടക്കുന്നു. മനോരാജ്യം കണ്ടുകൊണ്ട് കുളിക്കുന്നു. മനോരാജ്യം കണ്ടുകൊണ്ട് പ്രാതൽ കഴിക്കുന്നു. മനോരാജ്യം കണ്ടുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വേഷം മാറുന്നു. വാതിൽക്കൽ ചുമ. ടൗണിലേക്കാണോ? അതെ. തിരിഞ്ഞു നോക്കാതെ പറയുന്നു. ലീവെടുത്ത സ്ഥിതിക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ മുഴുവനാക്കാം. തിടുക്കപ്പെട്ട് വേണ്ട. തിരിഞ്ഞു നോക്കുന്നു. പറയുന്നതിൻ്റെ അർത്ഥം അവർ തല കുനിച്ച് തന്നെ നിൽക്കുകയാണ്. മൗനം. നെടുവീർപ്പിട്ട് മുഖമൊന്ന് ഉയർത്തി തൻ്റെ നേരെ നോക്കി വീണ്ടും താഴ്ത്തുന്നു. ഞാൻ ആലോചിച്ചു. എന്താ അത്ര ആലോചിക്കാനുള്ളതെന്ന്? എല്ലാം ദൈവനിശ്ചയമാണല്ലോ. എനിക്ക് ഈ ജീവിതത്തിൽ ഒന്നും വേണമെന്നില്ല. പക്ഷേ കുട്ടിയോളുണ്ടല്ലോ, അവർക്ക് ഈശ്വരൻ ഇതാണ് വഴി കാണിക്കണതെന്ന് വെച്ചാൽ അതങ്ങോട്ട് സ്വീകരിക്കുക. അല്ലാതെ ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണോ? പറഞ്ഞു തീർന്നതും അവർ തിരിഞ്ഞൊരൊറ്റ നടത്തം. താൻ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഷർട്ടിൻ്റെ ബട്ടണിൽ നിന്ന് കൈയെടുക്കാതെ തീരെ പ്രതീക്ഷിക്കാത്തതാണ്. ഇത്ര പെട്ടെന്ന് തന്നെ. താൻ ഷർട്ട് ഊരി ആണിയിൽ തൂക്കി ജനാലയ്ക്കൽ ചെന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു. പുറത്ത് റബ്ബർ തോട്ടം പ്രകാശത്തിൽ ആറാടി നിൽക്കുന്നു. പക്ഷേ ജനലിൻ്റെ അരിപ്പവലയിലൂടെ നോക്കുമ്പോൾ മങ്ങിത്തന്നെയാണ് കാണുന്നത്. കൊളുത്തൂരി ജനൽ തുറക്കാൻ ശ്രമിച്ചു. ഏറെക്കാലമായി തുറക്കാത്തത് കൊണ്ട് അത് ഇറുകി നിന്നു. ഉള്ള ബലം മുഴുവനും ഉപയോഗിച്ച് തള്ളി ജനാല തുറന്നു. പക്ഷേ തുരുമ്പ് പിടിച്ച വിജാഗിരി അടർന്നുപോയി. പിറകിൽ കാൽപെരുമാറ്റം. പതുക്കിയൊന്ന് ഞെട്ടി. ഭദ്ര എണീപ്പിക്കാൻ വരികയായിരിക്കും. നേരെ അത്രയ്ക്കൊക്കെ ആയോ? വെയിൽ നല്ലതുപോലെ തെളിഞ്ഞിട്ടില്ല. മഞ്ഞ് മുഴുവൻ ഉരുകിയിട്ടില്ല. ആരാ? ഭദ്രയാ? അല്ല, ഞാനാണ് ശ്രീധരൻ. കൊച്ചച്ഛൻ എണീക്കാറായില്ലേ? ഇല്ല. ശ്രീധരൻ ബാൽക്കണിയിലേക്ക് കടന്നു വന്ന് എതിരെ അഴിചാരി നിന്നു. ആയിന്ന് ഭദ്ര പറഞ്ഞുല്ലോ. വരട്ടെ. നീ ഇന്നലെ എപ്പോഴാ വന്നത്? മിഡ് നൈറ്റ് കഴിഞ്ഞു. ഭാമയ്ക്കും കുട്ടികൾക്കും വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. അമ്മയ്ക്കോ? അമ്മയ്ക്കും വിശേഷമൊന്നുമില്ല. കണ്ടിട്ട് ഇശിക്കാലായി. അമ്മയ്ക്കും ഒന്ന് വന്ന് കാണണം എന്നുണ്ട്. തുറന്നു പറയില്ല എന്ന് മാത്രം. ഒരു ദിവസം കൊണ്ടുവരാം. അത്ഭുതം തന്നെ. ഈ കാലത്തിനിടയ്ക്ക് വിശാലാക്ഷി ഇവിടെ വന്ന് തന്നെ കണ്ടിട്ടില്ല. താനാണ് വല്ലപ്പോഴും പോയി അവളെ കാണാറുള്ളത്, ചെക്കപ്പിന് പോകുമ്പോൾ. 2-3 കൊല്ലമായിട്ട് അതുമില്ല. പുറത്തിറങ്ങാൻ പാടില്ലെന്നാണല്ലോ ഡോക്ടറുടെ കൽപ്പന. എന്നാൽ താഴത്തേക്ക് ഇറങ്ങുക. വരട്ടെ. ഒരു 10 മിനിറ്റും കൂടി കഴിയട്ടെ. നീ പൊയ്ക്കോ. കണ്ണടച്ചു കിടന്നു. വിശാലാക്ഷി വരുമായിരിക്കും. അവൾക്കും വയസ്സായി, ആരോഗ്യം കുറഞ്ഞു. എന്നാലും മുഖത്തു നോക്കിയാൽ എന്തൊരു തേജസ്സാണ്. ആ മുഖം സങ്കല്പിക്കാൻ ശ്രമിച്ചു. വെളുത്തു മെലിഞ്ഞ് വിഷാദം നിഴൽ വീശിയ മുഖം. പക്ഷേ എന്തൊരു ഭംഗിയാണ്. യൗവനത്തിന് ഒരിടവും തട്ടിയിട്ടില്ല. 3 കുട്ടികളുടെ അമ്മയാണെന്ന് ആരും പറയില്ല. വാതിൽ ചാരി തലകുനിച്ച് നിൽക്കുന്നു. എല്ലാം ഇഷ്ടം പോലെ ആവട്ടെ. ഞെട്ടി കണ്ണു തുറന്നു. അതൊക്കെ എന്നോ കഴിഞ്ഞതല്ലേ. ആ വിശാലാക്ഷി അല്ലല്ലോ ഇപ്പോഴത്തെ വിശാലാക്ഷി. ഇപ്പോഴത്തെ വിശാലാക്ഷി വൃദ്ധയാണ്, സന്യാസിനിയാണ്. പക്ഷേ ആ രൂപത്തിൽ അവളെ ഓർക്കാൻ കഴിയുന്നില്ല. കഴിയില്ല എന്നല്ല, ഓർമ്മയിൽ വരിക എപ്പോഴും ആ പഴയ വിശാലാക്ഷിയാണ്. എന്തൊരു മറിമായം. ഓർമ്മ ഒന്ന് മാത്രമാണ് കാലത്തിൻ്റെ തടവിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നത്. ഓർമ്മകളുടെ നെറ്റിത്തീയിൽ കാലം ചാമ്പലായി പോകുന്നു. എല്ലാം ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് തല കുനിച്ച് നിൽക്കുന്ന വിശാലാക്ഷിയെ മാറോടണച്ച് മുതുകത്ത് തലോടിയത് 40 കൊല്ലം മുമ്പാവാം. പക്ഷേ കണ്ണടച്ചിരുന്ന് മനസ്സിനെ കെട്ടഴിച്ചു വിടുമ്പോൾ അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എള്ളെണ്ണ തേച്ച മുടിയിൽ ചൂടിയ വാടിയ തുളസിക്കതിരിൻ്റെ വാസന മൂക്കിൽ, നെറ്റിയിൽ പൂശിയ ഭസ്മത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും നനവ് തോളത്ത്, നിശ്വാസത്തിൻ്റെ ചൂട് കഴുത്തിൽ, തളർന്ന ശരീരം കൈവലയത്തിൽ. ഒട്ടും പേടിക്കേണ്ട, ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. തേങ്ങൽ. കുട്ടികളെയൊക്കെ എൻ്റെ സ്വന്തം കുട്ടികളായി കണക്കാക്കിക്കോളാം. അവരെ കണ്ണുപോലെ ഞാൻ നോക്കിക്കോളാം. ഒട്ടും വിഷമിക്കേണ്ട. അടങ്ങി വരുന്ന തേങ്ങൽ. എവിടെ? മുഖമൊന്ന് പൊക്കൂ. ഇനി ഒരിക്കലും ഈ കണ്ണ് കലങ്ങാൻ ഞാൻ അനുവദിക്കില്ല. ചെയ്യുന്നത് തെറ്റാണെന്നോ പാപമാണെന്നോ ഒന്നും കരുതണ്ട. കുട്ടികളുടെ കാര്യമേ ആലോചിക്കാനുള്ളൂ, മറ്റൊന്നും ആലോചിക്കേണ്ട. വിശാലാക്ഷിക്ക് ഞാനുണ്ട്. എനിക്ക് വിശാലാക്ഷി. ഇനി ഒന്നും പേടിക്കേണ്ട. താടി പിടിച്ചുയർത്തുന്നു. കണ്ണുനീരിൽ കുതിർന്ന അവളുടെ ചുണ്ടത്ത് ഒരു മന്ദസ്മിതം ഇതൾ തുറക്കുന്നു. കന്നിമാസപ്പുലരിയിൽ വിടരുന്ന വെളുത്ത താമരപ്പൂവ് പോലെ. ധന്യമായ നിമിഷം. ഒരു യുഗം
മുഴുവൻ ഒരൊറ്റ ബിന്ദുവിൽ തുടിച്ചു നിൽക്കുന്ന അനർഘ നിമിഷം. ഇങ്ങനെ ചില നിമിഷങ്ങളിൽ മാത്രമല്ലേ മനുഷ്യൻ ശരിക്കും ജീവിക്കുന്നത്? അവിടെ കൊച്ചു കൊച്ചു മരുപ്പച്ചകളുണ്ട്. ആ ഹരിതബിന്ദുക്കളുടെ കുളിർമ ഓർമ്മകളിലൂടെ വീണ്ടെടുക്കുന്നത് വെറും സ്വപ്നം കാണലല്ല, വീണ്ടും ജീവിക്കലാണ്. അതുകൊണ്ടാവണം എണീറ്റ് നടക്കാൻ വയ്യാതായിട്ടും രോഗിയായിട്ടും മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നിട്ടും ജീവിതത്തിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നേ യാത്ര പറയേണ്ടതാണ്. നേടാൻ ഇനിയൊന്നും ബാക്കിയില്ലല്ലോ. ഒന്നും. നെടുവീർപ്പിട്ട് കണ്ണു തുറന്നു. മഞ്ഞത്തെച്ചി പൂത്ത പോലെയുള്ള വെയിൽ ബാൽക്കണിയിൽ വീണ് കിടക്കുന്നു. സോഫയുടെ കയ്യിൽ കയ്യൂന്നി പതുക്കെ എഴുന്നേറ്റു. ചെരുപ്പ് തപ്പിയെടുത്ത് കാലിലിട്ട് അഴിയിൽ പിടിച്ച് നിവർന്നു നിന്നു, താഴ്വരയിലേക്ക് നോക്കിക്കൊണ്ട്. ഉദ്യാനത്തിനപ്പുറത്തെ വൃക്ഷങ്ങളുടെ ഈറനിലകൾ വെയിലത്ത് കണ്ണാടി പിടിക്കുന്നു. അകലെ കായലിന് നീല നിറമാണെന്ന് തോന്നുന്നു. കണ്ണടയുണ്ടെങ്കിലും അത്ര ദൂരത്തേക്ക് വ്യക്തമായി കണ്ടുകൂടാ. ധനുമാസ പുലരികളിൽ പുഴക്കരയുള്ള മൊട്ടക്കുന്നിനെ അരഞ്ഞാണം കെട്ടിക്കുന്ന ചവിട്ടടിപ്പാതയിൽ നടക്കാറുള്ളത് ഓർത്തു പോകുന്നു. അന്ന് മൂളാനുള്ള പദ്യം ഒരെണ്ണമെങ്കിലും, പക്ഷെ ഓർമ്മ വരുന്നില്ല. ഒരിക്കൽ കൂടി നാട് കാണാൻ കൊതി തോന്നുന്നു. പക്ഷെ നടപ്പുള്ള കാര്യമല്ലല്ലോ. നാട് ഇല്ല. നിഷേധാത്മകമായി തലയാട്ടി. ഒരിക്കലും നടപ്പില്ല. വീണ്ടും സോഫയിലിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം ഇവിടെ കഴിഞ്ഞു. അടുത്ത അധ്യായവുമായി വേഗം എത്താം. താമസിക്കില്ല, പ്രോമിസ്. താങ്ക് യു.